നമുക്കിന്ന് ചൂര മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ പുരട്ടാൻ പോവുകയാണ്. ഇത് ഉപ്പും മുളകും ഒക്കെ പിടിക്കുന്നതിനായിട്ട് കുറച്ചൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കായി ഞാൻ 2 സവാള, ഒരു പിടി കൊച്ചുള്ളി, 2 തക്കാളി, മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും, പിന്നെ ഇത് ചതച്ചെടുക്കാനാണ് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയും കരിവേപ്പിലയും കൂടെ. അപ്പോൾ ഞാൻ ഈ ചതയ്ക്കാനുള്ളതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ എണ്ണ വേണം കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വയ്ക്കാം. ഇതൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നന്നായി ഒന്ന് വാടി വരട്ടെ. അടച്ചിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇളക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം മസാല ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. ഇതിനൊപ്പം തന്നെ കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിച്ചേർക്കാം. മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. ഞാൻ മീനിൽ കുറച്ച് ഉപ്പ് വച്ചിരിക്കുന്നത് കൊണ്ട് അല്പം ഉപ്പൊന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചൂര മീനാണേ, ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, മീനെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, പൊടിക്കണ്ട, അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതിൽ മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വറ്റി വരട്ടെ. അപ്പോൾ സ്വാദിഷ്ടമായ ചൂരപ്പുരട്ട് റെഡി ആയിട്ടുണ്ട്. വേണ്ടില്ല. ഓക്കെ, എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സന്തോഷം.